വയനാട് സുഗന്ധഗിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഫോറസ്റ്റ് ഓഫീസർക്ക് സസ്പെൻഷൻ. കെ രതീഷ് കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി. അതേസമയം പരാതിയിൽ നിന്ന് പിന്മാറാൻ യുവതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന രതീഷ് കുമാറിന്റെ ശബ്ദരേഖ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ ശബ്ദരേഖ ഒന്ന് കേൾക്കാം. രതീഷ് കുമാറിനാണ്. അപ്പോൾ അത് പോഷ് ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ്, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്. നമുക്ക് നോക്കാം എന്താണ് ആ ശബ്ദരേഖയിൽ നമ്മൾ കേൾക്കുന്നത്. ചെയ്തില്ലെന്ന് ഞാനുണ്ടല്ലോ ഇത് ഒന്ന് നീട്ടാൻ വയ്ക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഒരു മാസം ശ്രമിക്കും, ഞാൻ എന്ത് വേണം ചെയ്യാം. കേസിന് പോകാതിരുന്നാൽ എന്തും ചെയ്യാം, പണം വേണമെങ്കിൽ ചെയ്യാം, നാറ്റിക്കരുത്. പുറത്തു വന്നു. ഇപ്പോൾ സംഭവം നാറ്റക്കേസായി എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഒത്തുതീർപ്പിന്റെ ശബ്ദരേഖ പോലും പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. പരിഭ്രാന്തിയിലൂടി നടക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആലോചിക്കേണ്ടേ രതീഷ് കുമാറെ. ദീപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മലയമ്മ, ഇപ്പോൾ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, തൊഴിലിടത്തെ ലൈംഗിക പീഡനത്തിന്റെ കേസെടുത്ത് നിയമത്തിന്റെ വകുപ്പനുസരിച്ച് കൂടിയായിരിക്കുമല്ലോ കേസെടുത്തിട്ടുണ്ടാവുക. എന്താണ് സംഭവിച്ചത്? അതിനുശേഷം ഈ ഉദ്യോഗസ്ഥയെ ഈ രതീഷ് കുമാർ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു അല്ലേ ദീപക്? അരുൺ, അതിന്റെ ഓഡിയോ ശബ്ദ രേഖയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. പ്രധാനമായും ആ ഓഡിയോയിൽ പറയുന്നത് തെറ്റ് പറ്റിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് അത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം, ഞാൻ തന്റെ കാല് പിടിക്കാൻ വരെ തയ്യാറാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥൻ ആ വനിതാ ഉദ്യോഗസ്ഥയോട് പറയുന്നത്. ഇത് സുഗന്ധഗിരി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസറാണ് കെ രതീഷ് കുമാർ. അദ്ദേഹത്തിന് കീഴിലുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ഇത്തരം ഒരു പരാതിയുമായി രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ തന്നെ അവിടുത്തെ ക്വാർട്ടേഴ്സിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പരാതിയായി വരികയും ചെയ്തത്. പല വിധത്തിലുള്ള പരാതികൾ നേരത്തെയും ഉയരാറുണ്ടെങ്കിലും അതൊക്കെ തന്നെ ഒതുക്കി തീർക്കുന്ന സ്ഥിതിവിശേഷമാണ്, പ്രത്യേകിച്ച് ആഭ്യന്തര അന്വേഷണമൊക്കെ നടത്തി അത് വകുപ്പിനകത്ത് തന്നെ തീർക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാറുള്ളത് എന്നുള്ള ആക്ഷേപവും കൂടി ഉയരുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് വനിതാ ഫോറസ്റ്റ് ഓഫീസർ ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്തേക്ക് വരുന്നത്. അവർ തന്നെ റെക്കോർഡ് ചെയ്ത ആ ശബ്ദ സന്ദേശം പിന്നീട് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. പടിഞ്ഞാറത്തറ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ രതീഷ് കുമാർ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉത്തരമേഖല CCF ആണ് ഈ രതീഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉത്തരവിൽ പറയുകയും ചെയ്തത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത് അറിയാനുണ്ട്. ഒപ്പം തന്നെ ഈ ഓഡിയോ കൂടി പുറത്തേക്ക് വന്ന പശ്ചാത്തലത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ട് കെ രതീഷ് കുമാറിന് എന്ന കാര്യവും കൂടി വ്യക്തമാകുന്ന സാഹചര്യവും രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ കാര്യത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസാണ്. പോലീസ് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അറിയാനുള്ളത്. അരുൺ, ഈ ദീപക്, ഈ ജീവനക്കാരി ഇപ്പോഴും ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയല്ലേ? പരാതി പിൻവലിക്കാനൊന്നും തയ്യാറായിട്ടില്ലല്ലോ? ഇല്ല, പരാതിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ തന്നോട് ഈ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനോട് അനുഭാവപൂർണമായ സമീപനമില്ല, തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കാണിച്ചു തരാം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ജീവനക്കാരി തുടരുന്നത് എന്നതാണ്. അവർക്ക് വലിയ രീതിയിലുള്ള മനോവിഷമം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തത് എന്ന് ഓഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റുദ്യോഗസ്ഥർ, ഇതേ ഓഫീസിലുള്ള മറ്റുദ്യോഗസ്ഥർക്കൊപ്പം രാത്രികാലങ്ങളിൽ ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവരോടൊന്നും തന്നെ നേരിടാത്ത ഒരു അനുഭവമാണ് രതീഷ് കുമാറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൂടി ആ ജീവനക്കാരി കൃത്യമായി പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോവുക, തനിക്ക് നേരിട്ട മനോവിഷമത്തിൽ എന്ത് പരിഹാരം എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെ നിയമപരമായി ഈ വിഷയത്തെ നേരിടാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരാതി എന്ന കണക്കിന് പോയത്. പൊതുവെ ആഭ്യന്തര അന്വേഷണങ്ങൾ ഈ വകുപ്പിനകത്ത് വരാറുണ്ട്. അത്തരം അന്വേഷണങ്ങൾ വരുന്ന ഘട്ടത്തിൽ അത് പിന്നീട് വനിതാ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് പ്രൊമോഷൻ തടയുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള ഭീഷണി ഉൾപ്പെടെ മുഴക്കി അവരെ ആ പരാതികളിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്യാറുണ്ട് എന്നുള്ള ആക്ഷേപം പരക്കെ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വനിതാ ഫോറസ്റ്റ് ഓഫീസർ പരാതിയായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. താങ്ക് യു. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്. കെ രതീഷ് കുമാർ എന്നാണ് ഈ ഉദ്യോഗസ്ഥന്റെ പേര്. ഈ ഉദ്യോഗസ്ഥനാണ് ഈ ജീവനക്കാരിയെ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഉള്ള പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത്.